പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതോടെ രാജ്യത്തേക്ക് തിരികെ പോകാനാകാതെ പാക് പൗരന്മാർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് അതിർത്തിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തുമായി സംസാരിച്ചു. ബനീഷ ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബനീഷ, നിലവിൽ നിരവധി ആളുകളാണോ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? ഇപ്പോഴത്തെ നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോകുന്ന പാക് പൗരന്മാരെയും അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ കർശനമായ നിബന്ധനകൾ കൊണ്ടുവരികയാണ് ഇന്ത്യ. നിരവധി, അതായത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുൾപ്പെടെ വലിയൊരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ അതിർത്തിയിലുള്ളത്. അതേസമയം സമുദ്രാതിർത്തിയിൽ ഇന്ത്യ നാവികസേന സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലേക്കുള്ള കപ്പൽ ഗതാഗതവും പോസ്റ്റൽ സർവീസും ഉൾപ്പെടെയുള്ള സർവീസുകൾ നിർത്തലാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തുമായി സംസാരിച്ചിരിക്കുന്നത്. ഈ സംഭാഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ ഒരു അവസരത്തിൽ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് അമേരിക്ക ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു. തീവ്രവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം കൈകോർക്കുമെന്നായിരുന്നു മാർക്കോ റൂബിയോയുടെ പ്രതികരണം. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും മാർക്കോ റൂബിയോ ഫോണിൽ സംസാരിക്കുകയും പെഹൽഗാം ആക്രമണത്തിൽ അപലപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വാഗ അതിർത്തിയിൽ പാക് പൗരന്മാർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്വാതി. ശരി ബിനീഷ, അതിർത്തി അടച്ചതോടെയാണ് രാജ്യത്തേക്ക് തിരികെ പോകാനാകാതെ പാക് പൗരന്മാർ കുടുങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് അതിർത്തിയിൽ കുടുങ്ങിയിരിക്കുന്നത്. രാജ്നാഥ് സിംഗും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ.